അശ്വിൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലുള്ള തിരക്ക്, ഭക്തർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമൊന്നും ഇപ്പോഴില്ല. സുഗമമായ ദർശനം നടത്താൻ തീർത്ഥാടകർക്ക് കഴിയുന്നുണ്ട്. ഈ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതെങ്ങനെയാണ് അശ്വിൻ? അരിജിത്ത്, തിരക്ക് വളരെ കുറവാണ് ഇന്ന്. സ്വാഭാവികമായി വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകേണ്ട തിരക്ക് ഇതുവരെ സന്നിധാനത്തേക്ക് എത്തി തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അത് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും ശനി ഞായർ അവധി ദിവസങ്ങളാണ്. മലയാളികളാണ് കൂടുതലായും ഈ അവധി ദിവസങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരക്ക് ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. എന്തായാലും തിരക്ക് വർദ്ധിച്ചാൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് അടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇതുവരെയുള്ള നടവരവ് കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ തീർത്ഥാടന കാലത്തിന്റെ 10ാം ദിവസം ഈ കണക്കുകൾ പരസ്യപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇത്തവണ അത് 28 ദിവസം വൈകിയാണ് കണക്കുകൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ ഇടിവാണ് ഇത്തവണ ശബരിമലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 154 കോടിയായിരുന്നു 28 ദിവസത്തെ ആകെ വരുമാനം. എന്നാൽ അത് ഇത്തവണ എത്തിയപ്പോൾ 20 കോടി കുറഞ്ഞ് 134 കോടി രൂപയായി കുറഞ്ഞു എന്നുള്ളതാണ് വരുമാനത്തിലുണ്ടായ ഇടിവിനെ സൂചിപ്പിക്കുന്നത്. അപ്പം, അരവണ, ഒപ്പം കാണിക്ക എന്നീ കണക്കുകളിലെല്ലാം കോടികളുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അതിന് കാരണമായി ദേവസ്വം ബോർഡ് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ കുറവാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അത് വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ കൂടുതലായി കണ്ടത് ഒരു കോവിഡ് കാലത്തിനൊക്കെ ശേഷം അവർ സ്വരുക്കൂട്ടി വെച്ച പണം കൂട്ടത്തോടെ തീർത്ഥാടകർ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഒരുമിച്ച് ശബരിമലയിലേക്ക് നൽകി. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അത്ര കൂടുതൽ വരുമാനം ഉണ്ടായതെന്നും ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് 20 കോടിയുടെ കുറവുണ്ടായി എന്നുമുള്ള ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകുന്നത്. എന്തായാലും ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുമ്പോൾ അത് 16 കോടിയിലധികം ഒരു ദിവസത്തെ വരുമാനം വരുന്നുണ്ട്. അത് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. വരും ദിവസങ്ങളിലും വരുമാന വർധനവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി ദേവസ്വം ബോർഡിനുണ്ട്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ശബരിമലയിൽ വാരാന്ത്യ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. വലിയ തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ, ജാഗ്രത, അതൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.